സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. രാവിലെ സമയം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതകളുള്ളതായ സമയമാണ്. ഒരു കുളിർമയുള്ള പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്യുകയോ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണ്. ഒരു 10-45 വർഷം മുൻപ് ഇതുപോലെയുള്ള പ്രഭാത സമയങ്ങളിൽ അന്നത്തെ പിതാക്കന്മാർ ചെയ്തു വന്നിരുന്നത് എന്തൊക്കെയായിരുന്നു? അവർ അതിരാവിലെ എഴുന്നേറ്റ് ഒരു കുടുംബ പ്രാർത്ഥന ചെയ്തതിന് ശേഷം ധാരാളം ജോലി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ആ സമയത്ത് എല്ലാ വീടുകളിലും പശുക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് തൊഴുത്ത് വൃത്തിയാക്കുകയും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ ഒന്ന് സഞ്ചരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കൃഷിയിടങ്ങളിൽ സഞ്ചരിച്ച് ഒരു പക്ഷെങ്കിൽ തലേ ദിവസം നന്നായി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കപ്പ നടുന്നതിനോ വാഴയ്ക്ക് തടവെടുക്കുന്നതിനോ കാച്ചിലിൻ്റെ വള്ളി ഒന്ന് കെട്ടി ഉറപ്പിക്കുന്നതിനോ ഒക്കെ അവർ സമയം കണ്ടെത്തുമായിരുന്നു. അന്ന് എല്ലാവർക്കും കൃഷിയിടങ്ങളുണ്ടായിരുന്നു. കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ ഇങ്ങനെ എല്ലാ കൃഷി വിഭവങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. ആ കാലത്തെ അപ്പച്ചന്മാരുടെ ജോലി ഇതൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്ന പോലെയുള്ള അസുഖങ്ങളൊന്നും അന്നത്തെ പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്നത് പോലെയുള്ള ആശുപത്രികൾ അന്നില്ലായിരുന്നു. കാലം മാറി. ഇന്നിപ്പോൾ അതിരാവിലെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പ്രാർത്ഥനയുള്ള ക്രിസ്തീയ കുടുംബങ്ങൾ തന്നെ വളരെയധികം ചുരുക്കമാണ്. ഇനി രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ഒരു നാട്ടിൻപുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ രാവിലെ സമയത്ത് റോഡിലൂടെ തലങ്ങും വിലങ്ങും നടക്കുന്ന ആളുകളെ ധാരാളം കാണാൻ സാധിക്കും. കാരണം ഇന്ന് കൃഷിയിടങ്ങളൊന്നും അധികമില്ല. കൃഷി ചെയ്യുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെയധികം കുറവാണ്. അതുപോലെ ഭക്ഷണ രീതികളൊക്കെ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ പോലും ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെ അങ്ങോട്ട് ധാരാളം അസുഖങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങൾ ശരീരത്തിൽ കണ്ടുവരികയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ച ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കാം. വർഷങ്ങൾക്ക് മുൻപ് പിതാക്കന്മാർ രാവിലെ എഴുന്നേറ്റ് അവരുടെ ഒരു കുടുംബ പ്രാർത്ഥന ചെയ്യുമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവർ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞിരുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമാകുന്ന സംഗതിയാണ്. ഇതാണ് ജീവിത വിജയ രഹസ്യം എന്ന് പറയുന്നത് തന്നെ. അത് പിതാക്കന്മാർക്ക് മനസ്സിലായിരുന്നു. ഈ കാലത്ത് അത് നമുക്ക് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യമാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് രാജാവും ഇതേ കാര്യം തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. 63-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അതികാലത്തെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. 59-ാം സങ്കീർത്തനത്തിലും താൻ ഇത് തന്നെയാണ് പറയുന്നത്. 59-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ ഞാനും നിന്റെ ബലത്തെക്കുറിച്ച് പാടും, അതികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ച് ആനന്ദിക്കും എന്ന് താൻ പറയുകയാണ്. അതികാലത്തെഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുന്ന, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നിദാനമായ കാര്യമാണ്. എന്താണ് ദൈവത്തിൻ്റെ ദയ? ദൈവം മനുഷ്യരോട് കാണിച്ച ദയ എത്ര വലുതാണ്! ഒരു മനുഷ്യർക്കും നമ്മോട് ഇങ്ങനെ ദയ കാണിക്കുവാൻ സാധ്യമല്ല. കാരണം പാപികളായിരുന്ന നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ച് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപം അവിടുത്തെ മേൽ ചുമത്തി പാപം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത പരിശുദ്ധനായ ആ ദൈവപുത്രനെ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞ്
അവിടുത്തെ പരിപാവനമായ രക്തം ദൈവനീതിയുടെ മുൻപാകെ ഒഴിച്ച് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള അലംഘനീയമായ ദൈവനീതിയുടെ മുൻപാകെ അവിടുത്തെ പരിശുദ്ധമായ രക്തം മറുവിലയായി നൽകി സകല മനുഷ്യവർഗത്തെയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കോണം യാഗമായി അർപ്പിക്കപ്പെട്ടു എന്നുള്ളത് ദൈവം നമ്മോട് കാണിച്ച മഹാദയയാണ്. 103 സങ്കീർത്തനം 11 വാക്യത്തിൽ നാം വായിക്കുന്നത് അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു എന്നാണ്. ആരാണ് അവന്റെ ഭക്തന്മാർ? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ദൈവമക്കളാണ് ദൈവത്തിൻ്റെ ഭക്തന്മാർ. അവരോട് അവിടുത്തെ ദയ വലുതായിരിക്കുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അങ്ങനെ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീർന്ന് അധികാലത്തെഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഭക്തമതിയായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്നും ദൈവവചനത്തിൻ ആഴങ്ങളിലേക്ക് ശ്രവിക്കാം സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്.